നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളിൽ ആശ്വാസമെന്നാണ് കേന്ദ്രവൃത്തങ്ങൾ പറയുന്നത്. യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. നോബൽ മാരിക്കാരൻ, ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഒരാശ്വാസമാണ്. ഇതിൽ നേരിട്ട് അമേരിക്കയ്ക്ക് പിന്തുണയോ നേരിട്ട് ഇറാന് പിന്തുണയോ നമ്മൾ കൊടുത്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്, അല്ലേ നോബൽ? അരുൺ, നിലവിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ പറഞ്ഞ ഇറാൻ അതോടൊപ്പം US സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത് പല ഘട്ടങ്ങളിലും ഇന്ത്യ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നയതന്ത്ര ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന്, സമാധാന ചർച്ചകൾ ഉണ്ടാകണം എന്നൊക്കെ പല ഘട്ടങ്ങളിൽ മോദി അടക്കമുള്ള ആളുകൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഏറെ ആശ്വാസകരം എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധിക്ക് ഇതൊരു അയവുണ്ടാക്കും. ഒപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിയും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹോർമുസ് തുറക്കുക എന്നാണ്. കപ്പൽ ഗതാഗതം, ചരക്ക് ഗതാഗതം പൂർണ്ണ നിലയിൽ ആയെങ്കിൽ മാത്രമാണ് നിലവിലത്തെ ഇന്ധന പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായും വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഹോർമുസ് തുറന്ന് മറ്റ് ഗതാഗത സംവിധാനം അടക്കം കൂടുതൽ ശക്തമാവുന്ന സാഹചര്യം ഉണ്ടാകും. ഇതോടെ പ്രതിസന്ധികൾ അകലും. ആ സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും ഇതിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ പ്രതികരണം, പ്രത്യേകിച്ച് ഔദ്യോഗിക പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഇതിൽ ഇടുന്നതെന്ന് അടക്കമുള്ള റിപ്പോർട്ടുകൾ ഉള്ള പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗിക പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കേന്ദ്ര സർക്കാർ നൽകിയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം വാരണാസിയിൽ നിന്ന് ഫൈസൽ ഹംസയും UAE-യിൽ നിന്ന് രഞ്ജിത്തുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശ്വാസ വാർത്തയോടു കൂടിയാണ് ഈ പുലരി തുടങ്ങുന്നത്. സമാധാനത്തിന്റെ പുലരി പറക്കട്ടെ, വെള്ളരിപ്പാവുകൾ പറക്കട്ടെ. വലിയ ആശങ്കയുടെ ദിനങ്ങളാണ് 40 ദിനങ്ങൾ. ചെറുതും വലുതുമല്ല, വലിയത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇറാൻ മറ്റ് GCC രാജ്യങ്ങൾക്ക് മേലിൽ, അതേപോലെ ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രായേലും വർഷിച്ച ബോംബുകളും മിസൈലുകളും, ആ വാർത്തകൾക്ക് താൽക്കാലിക വിരാമം എന്നുള്ളത് വല്ലാത്തൊരു കുളിരു പകരുന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആശ്വാസമായില്ലേ? നമ്മുടെ വീടിനകത്ത് ഗ്യാസ് ഇല്ലാതെ വന്നതോടുകൂടിയാണ് നമ്മൾ ഈ യുദ്ധത്തിന് തീവ്രത അറിഞ്ഞത്. പക്ഷേ ഇത് നീണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്രൂഡ് ഓയിൽ വില ഉയരുന്നു, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയരുന്നു, സാധന സാമഗ്രികളുടെ വില വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു, ഗ്യാസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊക്കെ വലിയ പ്രതിസന്ധിയായി മാറും. ഈ യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കുമ്പോൾ വീട്ടിലിരുന്ന് സമാധാനമായി അല്ലെങ്കിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് ആ വീട്ടുകാരനും വീട്ടുകാരിയും ഒക്കെ ചേർന്നാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ. അവരിപ്പോൾ ഹോർമൂസ് കടലെടുക്കിനെ കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യുദ്ധം നമ്മുടെ വീട്ടിലെത്തിയ നാളുകളാണ് കഴിഞ്ഞുപോയത്. തൽക്കാലം തീമഴയിൽ നിന്ന് ചെറുവേനൽ മഴയിലേക്ക് നമുക്ക് മടങ്ങാം.